കേരള സ്റ്റോറിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വണ്ണിന്റെ പുതുവത്സര ആശംസകൾ. 2023 വാർത്തകൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. നമ്മുടെ കണ്ണൂർ പതിവ് പോലെ വിഭവസമൃദ്ധമായ കാര്യങ്ങൾ വാർത്താ ലോകത്തിന് 2023 സമ്മാനിച്ചു. അതിൽ അഭിമാനിക്കാവുന്ന കാര്യങ്ങളുണ്ട്, നിരാശകളുണ്ട്, പ്രതീക്ഷകളുണ്ട്. നമ്മൾ തലകുനിക്കേണ്ടി വന്ന കാര്യങ്ങളും ഒട്ടും കുറവല്ല. 2023 കണ്ണൂർ സംഭാവന ചെയ്ത വാർത്താ വിഭവങ്ങളാണ് കേരള സ്റ്റോറിയുടെ ഈ എഡിഷനിൽ. ലൈബ്രറി കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ചുകൊണ്ടാണ് കണ്ണൂരിന്റെ വാർത്താ പ്രഭാതം 2023 പുലർന്നത്. ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ നിരവധി ആളുകളാണ് കണ്ണൂരിൽ ജനുവരി 1, 2, 3 തീയതികളിൽ നടന്ന ലൈബ്രറി കോൺഗ്രസിൽ പങ്കെടുത്തത്. നിരവധി ദേശീയ അന്തർദേശീയ വിഷയങ്ങളും ചരിത്ര വിഷയങ്ങളുമെല്ലാം തന്നെ ലൈബ്രറി കോൺഗ്രസിൽ ചർച്ചയായി. ദേശീയ മാധ്യമങ്ങളിലടക്കം കണ്ണൂരിലെ ലൈബ്രറി കോൺഗ്രസ് വലിയ രീതിയിലാണ് പ്രാധാന്യത്തോടു കൂടിയാണ് വാർത്തകളായി നൽകപ്പെട്ടത്. എത്ര അനുഭവിച്ചാലും മലയാളി പഠിക്കില്ല എന്നുള്ളത് ഒരു പതിവ് ചൊല്ലാണ്. വൻതുക പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപം വാങ്ങുകയും പിന്നീട് മുങ്ങുകയും ചെയ്ത സംഭവങ്ങൾ 2023 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാടുണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ അത്തരത്തിലുള്ള ഒരു നിക്ഷേപ തട്ടിപ്പിന്റെ കഥയായിരുന്നു ജനുവരി മാസത്തിന് പറയാനുണ്ടായിരുന്നത്. കണ്ണൂരുകാരും മലയാളികളാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപ തട്ടിപ്പിൽ ഏറെയും ഇരയാക്കപ്പെട്ടത് കണ്ണൂരുകാർ തന്നെയായിരുന്നു. വലിയ നിറം പിടിപ്പിച്ച വാഗ്ദാനങ്ങളായിരുന്നു ഇത്തരം നിക്ഷേപക സംഘങ്ങൾ ഇടപാടുകാർക്ക് നൽകിയിരുന്നത്. ഒരുപാട് ലക്ഷങ്ങൾ, ഒരുപക്ഷെ കോടികളാണ് പലർക്കും നഷ്ടപ്പെട്ടത്. ആളുകൾ എങ്ങനെ യുവ MLA M. വിജിന്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഔഷധ ഗ്രാമം പദ്ധതി കേരളത്തിൽ മാത്രമല്ല രാജ്യത്തു തന്നെ ശ്രദ്ധേയമാണ്. 100 ഏക്കറിലാണ് ഒരു ഗ്രാമം ഔഷധ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നത്. ഇതിൽ കുറുന്തോട്ടി കൃഷി ഏറെ ശ്രദ്ധേയമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് കല്യാശ്ശേരിയുടെ ഔഷധ ഗ്രാമം പദ്ധതിയെ തേടിയെത്തിയത്.
സർക്കസിന്റെ ഈറ്റില്ലമാണ് കണ്ണൂർ. കണ്ണൂരിലെ ജെമിനി സർക്കസ് വിശ്വപ്രസിദ്ധവും. സർക്കസ് കുലപതി ജെമിനി ശങ്കരൻ വിടവാങ്ങിയത് ഈ വർഷമാണ്. ജെമിനി ശങ്കരന്റെ വേർപാട് ലോകമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വാർത്തയായി. ജെമിനി ശങ്കറില്ലാതെ കണ്ണൂരിൽ വീണ്ടും ഒരിക്കൽ കൂടി ജെമിനി സർക്കസ് എത്തി. കണ്ണൂർ വിമാനത്താവള വികസനത്തിൻ്റെ ഓരോ ഘട്ടവും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടവരാണ് കണ്ണൂരുകാർ. എന്നാൽ ഇന്ന് വിമാനത്താവളം ഏറെ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഗോഫസ്റ്റ് വിമാന സർവീസുകൾ കൂട്ടത്തോടെ നിർത്തിയതും മറ്റ് സർവീസുകൾ വെട്ടിക്കുറച്ചതും കണ്ണൂർ വിമാനത്താവളത്തെ ഏറെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. രാജ്യത്തു തന്നെ ഏറ്റവും അഭിമാനകരമായ വിമാനത്താവളങ്ങളിൽ ഒന്നായി മാറിയേക്കാവുന്ന ഈ വിമാനത്താവളം ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തകളും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ ദുരിതത്തിൻ്റെ വാർത്തകളും കൊണ്ട് സമ്പുഷ്ടമായിരുന്നു 2023. വിശ്വാസവും വിശ്വാസവഞ്ചനയുമെല്ലാം വാർത്തയായ വർഷമാണ് 2023. കണ്ണൂരിൽ അത്തരത്തിൽ ഒരു വിശ്വാസവഞ്ചനയുടെ കഥ വലിയ വാർത്തയായി മാറി. കണ്ണൂരിലെ പ്രമുഖ ജ്വല്ലറിയിൽ നിന്ന് ജ്വല്ലറിയിലെ മുൻ ചീഫ് അക്കൗണ്ടന്റ് തട്ടിയത് 7.5 കോടി രൂപയാണ്. ദിവസങ്ങളോളം മാധ്യമങ്ങൾ ഈ വാർത്തയും ഈ വിശ്വാസവഞ്ചനയും ആഘോഷിച്ചു. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന മേഖല എന്നും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വിധേയമാണ്. ഭരണകൂടം ക്രമസമാധാനം ഭദ്രമാണെന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ക്രമസമാധാന മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറെ മുന്നിലാണെങ്കിലും കണ്ണൂരിൽ നിന്നുണ്ടായ സംഭവം സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തെ, ക്രമസമാധാന പാലനത്തെ ഏറെ വിമർശന വിധേയമാക്കി. കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലാണ് അക്രമികളുടെ കുത്തേറ്റ് ഒരു തൊഴിലാളി പിടഞ്ഞു വീണ് മരിച്ചത്. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിൽ പുതിയൊരു ആരോഗ്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സദാസമയം അതിവിദഗ്ധരും പ്രമുഖരുമായ ഡോക്ടർമാരുടെ സേവനം, അത്യാധുനികവും നൂതനവുമായ സാങ്കേതിക വിദ്യയോട് കൂടിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്ട്രാട്രിക്സ്, ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി, ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് മെഡിസിൻ, general medicine, diabetology, ENT, head and neck surgery, pediatric and neonatology, urology, pulmonology, general surgery, nephrology, radiology, emergency medicine and critical care, anesthesiology, dermatology, general cosmetics and dentistry, gastroenterology തുടങ്ങി സർവസജ്ജമായ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂതന ചികിത്സാ രീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം. ഇതൊരു പ്രതിജ്ഞയാണ്. നിങ്ങളുടെ ഓരോ ശ്വാസത്തിൻ്റെയും ഹൃദയമിടിപ്പിൻ്റെയും താളം
ശ്രുതി ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ഓരോ നിമിഷവും പ്രയത്നിക്കും. നിങ്ങളുടെ ഓരോ സ്നേഹബന്ധങ്ങളെയും കണ്ണായി കരളായി ഞങ്ങൾ കരുതുന്നു. ഓരോ ചൂടും നിങ്ങൾക്കൊപ്പം താങ്ങായും തണലായി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എപ്പോഴും നാം നിങ്ങൾക്കായി മിഴി തുറന്നിരിക്കും എന്ന് ഉറപ്പു നൽകുന്നു. ഇതൊരു പ്രതിജ്ഞയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. വിണ്ണൂരം ഇനിയുയരേണം, പുതു സ്വപ്നങ്ങൾ ചിറകേറണം, കൈത്താങ്ങായി കാലങ്ങളോളം നടന്നിടും ഈ ബന്ധം എൻ കൂടെ എന്നെന്നുമേ. ചുവടായി തുടങ്ങുന്നു ഇനിയും പ്രയാണങ്ങൾ, ഒരുമിച്ചു മുന്നേറി വന്നിടുവാൻ. അണയാതെ തിരുനാളമീ വീടേക്കു കൈമാറി നിറയും പ്രകാശത്തിൽ എന്നെന്നുമെന്നെന്നുമേ. കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303. മാതൃത്വത്തെ വരവേൽക്കാം മികച്ച കരുതലോടെ. 24 മണിക്കൂറും സുസജ്ജമായ സ്ത്രീരോഗ വിഭാഗം കണ്ണൂർ ആസ്റ്റർ മിംസിൽ. 15ഓളം സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ മുഴുവൻ സമയ പരിചരണം. 8ഓളം പരിചയസമ്പന്നരായ ലാപ്രോസ്കോപ്പിക് സർജന്മാരുടെ മുഴുവൻ സമയ സേവനം. ലെവൽ 4 NICU. തുടർച്ചയായ ഫീറ്റൽ മോണിറ്ററിംഗ്. വേദനരഹിത പ്രസവ സൗകര്യങ്ങൾ. ലേബർ കമ്പാനിയൻഷിപ്പ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന MRI, CT, USG, ബ്ലഡ് ബാങ്ക് ആൻഡ് ഫാർമസി സൗകര്യങ്ങൾ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. We'll treat you well. ചാല ഈസ്റ്റ്, കണ്ണൂർ. വാർത്തകൾ പ്രേക്ഷകരിലെത്തിക്കുന്നതോടൊപ്പം വലിയ സാമൂഹ്യ ദൗത്യങ്ങളിലും മാധ്യമങ്ങൾ പങ്കാളികളാവാറുണ്ട്. അത്തരമൊരു സാമൂഹ്യ ദൗത്യത്തിൻ്റെ തുടർച്ചയായിരുന്നു കണ്ണൂർ വണ്ണിന് എമർജിംഗ് കണ്ണൂർ എന്ന സാമൂഹ്യ പ്രതിബദ്ധതാ പരിപാടി. ദക്ഷിണേന്ത്യയിലെ 10 ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ വൺ സംഘടിപ്പിച്ച ഹെൽത്ത് കോൺക്ലേവും ഡോക്ടർമാരെ ആദരിക്കുന്ന ചടങ്ങും കണ്ണൂരിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ദിശാസൂചികയായി മാറി. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രമുഖ ജനപ്രതിനിധികളും പൊതുജനാരോഗ്യ രംഗത്തെ വിദഗ്ധരും കണ്ണൂർ വൺ സംഘടിപ്പിച്ച ഹെൽത്ത് കോൺക്ലേവിൻ്റെ ഭാഗമായി. കണ്ണൂരിൻ്റെ ആരോഗ്യ മേഖലയിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ദിശാസൂചികയായി മാറി ഹെൽത്ത് കോൺക്ലേവ്. വാർത്താ കേന്ദ്രങ്ങളായി നിറഞ്ഞു നിന്നു 2023 നമ്മുടെ സർവകലാശാലകൾ. അതിൽ പ്രധാനം വാർത്താ സ്രോതസ്സുകളിലൊന്ന് കണ്ണൂർ സർവകലാശാലയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വാർത്തകളിൽ ആദ്യം ഇടം പിടിച്ചത്. പിന്നീട് സുപ്രീം കോടതി വിധിയെ തുടർന്ന് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന് പടിയിറങ്ങേണ്ടി വന്നതും 2023 പ്രധാന വാർത്തകളിലൊന്നാണ്. രാജ്യത്തെ മികച്ച അക്കാദമിക് ഷന്മാരിൽ ഒരാളാണ് ഗോപിനാഥ് രവീന്ദ്രൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അക്കാദിക
മികവിനപ്പുറം രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും സർക്കാർ കീഴ്മേൽ നോക്കാതെ എടുത്ത ചില നടപടികളുമാണ് ആ വലിയ മനുഷ്യന് അക്കാദമിക രംഗത്തെ മികവിൻ്റെ പര്യായമായ ഗോപിനാഥ് രവീന്ദ്രന് തലകുലിച്ച് കണ്ണൂർ സർവകലാശാലയുടെ പടിയിറങ്ങേണ്ടി വന്ന ഗതികേടിലേക്ക് എത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ എൻ്റെ പെർമനൻറ്റ് പ്രൊഫസറായിട്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ജാമിയ മില്ലിയയിൽ ജോയിൻ ചെയ്തു. കണ്ണൂരിലെ ഒരു ലഹരി അടിമയ്ക്കുണ്ടായ ഒരു വിഭ്രാന്തിയും ദേശീയ മാധ്യമങ്ങളിൽ 2023 വലിയ വാർത്തയായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിന് ലഹരിക്കടിമയായ ഒരു വ്യക്തി തീവയ്ക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് പെട്രോളിയം സംഭരണശാലയുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ പ്രതിക്ക് ഉണ്ടായ ലക്ഷ്യങ്ങളെന്ത്, അദ്ദേഹത്തിൻ്റെ ആസൂത്രണം എങ്ങനെയൊക്കെ, അദ്ദേഹത്തിന് പിന്നിലാരി എന്നുള്ള വാർത്തകളുമായി കുറേ ദിവസങ്ങളിൽ കണ്ണൂരിലെ തീവെപ്പ് കേസ് വാർത്തകളിൽ ഇടം പിടിച്ചു. ആറളം ഫാമിലെ ദുരിത ജീവിതങ്ങൾ ഇത്തവണയും വാർത്തയായി. കാട്ടാനശല്യവും പട്ടിണിയുമെല്ലാം 2023 വാർത്തകളിൽ ഇടം പിടിച്ചു. ഇനിയും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ നിരവധിയുണ്ട് ആറളത്ത്. ആറളം മേഖലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യവും ഏറെ ചർച്ചയായി 2023. മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ടും തമ്മിൽ 2 തവണ ഏറ്റുമുട്ടലുണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. ഒരു ഏറ്റുമുട്ടൽ പോലീസ് തന്നെ സ്ഥിരീകരിച്ചു. കവിത എന്ന മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടുവെന്ന് മാവോയിസ്റ്റുകൾ അവരുടെ പോസ്റ്ററിൽ അഭിപ്രായപ്പെടുന്നു. ഇത്തരം സ്ഥിരീകരിക്കാത്ത ഒരുപാട് വാർത്തകളുടെ ഉറവിടം കൂടിയായിരുന്നു ആറളം മേഖലയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിൽ പുതിയൊരു ആരോഗ്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സദാസമയം അതിവിദഗ്ധരും പ്രമുഖരുമായ ഡോക്ടർമാരുടെ സേവനം, അത്യാധുനികവും നൂതനവുമായ സാങ്കേതിക വിദ്യയോട് കൂടിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്ട്രാട്രിക്സ്, ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി, orthopedic and sports medicine, general medicine, diabetology, ENT, head and neck surgery, pediatric and neonatology, urology, pulmonology, general surgery,
nephrology, radiology, emergency medicine and critical care, anesthesiology, dermatology, general cosmetics and dentistry, gastroenterology തുടങ്ങി സർവസജ്ജമായ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂതന ചികിത്സാ രീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം. ഇതൊരു പ്രതിജ്ഞയാണ്. നിങ്ങളുടെ ഓരോ ശ്വാസത്തിൻ്റെയും ഹൃദയമിടിപ്പിൻ്റെയും താളം ശ്രുതി ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ഓരോ നിമിഷവും പ്രയത്നിക്കും. നിങ്ങളുടെ ഓരോ സ്നേഹബന്ധങ്ങളെയും കണ്ണായി കരളായി ഞങ്ങൾ കരുതുന്നു. ഓരോ ചൂടും നിങ്ങൾക്കൊപ്പം താങ്ങായും തണലായും നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എപ്പോഴും നാം നിങ്ങൾക്കായി മിഴി തുറന്നിരിക്കും എന്ന് ഉറപ്പു നൽകുന്നു. ഇതൊരു പ്രതിജ്ഞയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. വിണ്ണൂരം ഇനിയുയരേണം, പുതു സ്വപ്നങ്ങൾ ചിറകേറണം, കൈത്താങ്ങായി കാലങ്ങളോളം നടന്നിടും ഈ ബന്ധം എൻ കൂടെ എന്നെന്നുമേ. ചുവടായി തുടങ്ങുന്നു ഇനിയും പ്രയാണങ്ങൾ, ഒരുമിച്ചു മുന്നേറി വന്നിടുവാൻ. അണയാതെ തിരുനാളമീ വീടേക്കു കൈമാറി നിറയും പ്രകാശത്തിൽ എന്നെന്നുമെന്നെന്നുമേ. കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303. മാതൃത്വത്തെ വരവേൽക്കാം മികച്ച കരുതലോടെ. 24 മണിക്കൂറും സുസജ്ജമായ സ്ത്രീരോഗ വിഭാഗം കണ്ണൂർ ആസ്റ്റർ മിംസിൽ. 15ഓളം സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ മുഴുവൻ സമയ പരിചരണം. 8ഓളം പരിചയസമ്പന്നരായ ലാപ്രോസ്കോപ്പിക് സർജന്മാരുടെ മുഴുവൻ സമയ സേവനം. ലെവൽ 4 NICU. തുടർച്ചയായ ഫീറ്റൽ മോണിറ്ററിംഗ്. വേദനരഹിത പ്രസവ സൗകര്യങ്ങൾ. ലേബർ കമ്പാനിയൻഷിപ്പ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന MRI, CT, USG, ബ്ലഡ് ബാങ്ക് ആൻഡ് ഫാർമസി സൗകര്യങ്ങൾ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. We'll treat you well. ചാല ഈസ്റ്റ്, കണ്ണൂർ. കണ്ണൂരുകാരുടെ ഓരോ ചിന്തയിലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം സിരകളിൽ കൊണ്ടു നടക്കുന്നവരാണ് തങ്ങളെന്ന് കണ്ണൂരുകാർ ലോകത്തോട് അഭിമാനത്തോടെയാണ് വിളിച്ചു പറയാറുള്ളത്. തങ്ങളുടെ രാഷ്ട്രീയ ആശയത്തിന് വേണ്ടി പരസ്പരം വീറോടെ തർക്കിക്കുമ്പോഴും പൊതുകാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കണ്ണൂരുകാർക്ക് മടിയേതുമില്ല. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, കായിക പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ കൂട്ടായ്മ കണ്ണൂർ കൂട്ടായ്മ എന്ന് ലോകപ്രസിദ്ധമായി അറിയപ്പെടുന്നു. തങ്ങളുടെ രാഷ്ട്രീയ ആശയ പ്രചാരണത്തിന് വേണ്ടി വീറോടെ വാശിയോടെ ശക്തമായി പ്രവർത്തിക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും നാടിൻ്റെ പൊതുകാര്യങ്ങളിൽ, കലാകായിക സാംസ്കാരിക മേഖലകളിൽ ഒരുമിച്ച് നിൽക്കാൻ കണ്ണൂരുകാർക്ക് മടിയേതുമില്ല. ഒട്ടനവധി കലാ സാംസ്കാരിക കായിക പരിപാടികളാണ് 2023 കണ്ണൂരിൽ അരങ്ങേറിയത്. അതിൽ പ്രധാനമാണ് കണ്ണൂർ ദസറ.
പതിവ് പോലെ ഇത്തവണയും ആവേശത്തോടെ അതിലേറെ ആരവത്തോടു കൂടിയാണ് കണ്ണൂർ ദസറയെ കണ്ണൂരുകാർ വരവേറ്റത്. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനന്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കണ്ണൂർ ദസറ ആഘോഷമാക്കി. കണ്ണൂർ ദസറയുടെ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തു. ദിവസങ്ങളോളം കണ്ണൂർ ദസറ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. കാൽപന്ത് കളിയുടെ ആരവത്തിനൊപ്പമാണ് കണ്ണൂർ പുതിയ വർഷത്തെ വരവേൽക്കുന്നത്. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ണൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കാൽപന്ത് കളിയുടെ ആരവം ഉയർന്നു കഴിഞ്ഞു. കണ്ണൂരിലെ ഒട്ടേറെ താരങ്ങൾക്ക് അവരുടെ രാജ്യാന്തര വളർച്ചയ്ക്ക് കിക്ക് ഓഫ് നൽകിയ കളിത്തട്ടാണ് കണ്ണൂർ ജവഹർലാൽ നെഹ്റു മുനിസിപ്പൽ സ്റ്റേഡിയം. ഫുട്ബോൾ ഇതിഹാസം ഡിഗോ മറഡോണ പന്തു തട്ടിയ ഇന്ത്യയിലെ ഏക ഗ്രൗണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സ്റ്റേഡിയം. ലോകത്തിന്റെ കുതിപ്പിനൊപ്പം എത്താൻ മറ്റേതൊരു നാട്ടുകാരെയും പോലെ നെട്ടോട്ടമോടുകയാണ് കണ്ണൂരുകാരും. ഈ ജീവിത തിരക്കിനിടയിലും കലയും സംഗീതവും സാഹിത്യവുമെല്ലാം ആസ്വദിക്കാൻ അവർ സമയം കണ്ടെത്തുന്നു. 2023 ഇത്തരത്തിൽ ഒട്ടനവധി കലാസാംസ്കാരിക പരിപാടികളാണ് കണ്ണൂരിൽ നടന്നത്. ഇത്തരം കലാപരിപാടി പുതുവർഷത്തിലേക്ക് നമ്മെ നയിക്കാൻ നമുക്കൊരു മന്ത്രിയെ കിട്ടിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം കണ്ണൂരിൻ്റെ സ്വന്തം രാമചന്ദ്രൻ കടന്നപ്പള്ളി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തിയ മന്ത്രിക്ക് നൽകിയ ഉജ്ജ്വല സ്വീകരണത്തോടു കൂടിയാണ് കണ്ണൂരിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ പ്രഭാതം പുലർന്നത്. കണ്ണൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്ന വർഷമാവട്ടെ 2024 എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ധീരമായ നല്ല നേതൃത്വം നൽകാൻ കടന്നപ്പള്ളി രാമചന്ദ്രന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. കണ്ണൂർ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത പ്രമുഖ
വിയോജിപ്പുകൾ ഏറെ ഉണ്ടാവാം കണ്ണൂരുകാർക്കും കേരളീയർക്കും കെ സുധാകരനോട്. പക്ഷേ കേരളീയർക്കും കണ്ണൂരുകാർക്കും കെ സുധാകരൻ ചങ്ക് തന്നെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അദ്ദേഹം വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ന് ഈ വർഷത്തിന്റെ അവസാന ദിവസം അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4:30 വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറിയത്. സുധാകരനെ യാത്രയയക്കാൻ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് നെടുമ്പാശ്ശേരിയിലെത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ സ്മിത സുധാകരൻ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കേരളത്തിന് കണ്ണൂർ സംഭാവന ചെയ്ത തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ. ജനപ്രതിനിധി എന്ന നിലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവ്. കെ സുധാകരന് ആയുരാരോഗ്യ സൗഖ്യം നേരുകയാണ്. അസുഖങ്ങൾ ഭേദമായി അദ്ദേഹം വേഗം തിരിച്ചെത്തി പൊതുപ്രവർത്തന രംഗത്ത് നമ്മെ നയിക്കട്ടെ എന്ന് ഈ 2023 അവസാന നാളിൽ നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.